ഹലോ ഗൈസ്, ഞാൻ അദ്വൈതയം. ഓക്കെ, ഇതൊരു പുതിയ ചാനലാണ്, സയൻസ് ആൻഡ് ക്വിസ്. സോ നൂറുകണക്കിന് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇത് ഫസ്റ്റ് വീഡിയോ ആയതിനാൽ ഞാൻ ശാസ്ത്ര ക്വിസാണ് നോക്കുന്നത്. സോ ഈ വരുന്ന 26-ാം തീയതി തേഴ്സ്ഡേ നമുക്ക് സയൻസ് ക്വിസ് ഉണ്ട്. സോ UP സെക്ഷന് സയൻസ് ക്വിസ് ഉണ്ട്. സോ UP സെക്ഷന് വരാവുന്ന കുറച്ച് ശാസ്ത്ര ക്വിസ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാര്? ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാര്? ഉത്തരം ഹിപ്പോക്രാറ്റ്സ്. ഹിപ്പോക്രാറ്റ്സ് ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം? കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏത്? ഉത്തരം നോട്ടിക്കൽ മൈൽ. നോട്ടിക്കൽ മൈലാണ് കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാര്? ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാര്? ഉത്തരം ആൻ്റോണി ലാവോസിയർ. ആൻ്റോണി ലാവോസിയറാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞനും ആൻ്റോണി ലാവോസിയർ തന്നെയാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഉത്തരം അലൂമിനിയം. അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഉത്തരം കാൽസ്യം. കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ചലന നിയമങ്ങൾ അഥവാ ലോ ഓഫ് മോഷൻ ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ അഥവാ ലോസ് ഓഫ് മോഷൻ ആവിഷ്കരിച്ചത്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഉത്തരം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഹീലിയമാണ്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം, വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിലെത്തിക്കുന്ന സസ്യകലകളേവ? വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിലെത്തിക്കുന്ന സസ്യകലകളേവ? ഉത്തരം സൈലം. സൈലമാണ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിലെത്തിക്കുന്ന സസ്യകലകൾ. ഓക്കെ, പത്താമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നിർജ്ജീകരണം മൂലം ശരീരത്തിൽ നഷ്ടമാകുന്ന ലവണമേത്? നിർജ്ജീകരണം മൂലം ശരീരത്തിൽ നഷ്ടമാകുന്ന ലവണമേത്? ഓക്കെ, ഉത്തരം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡാണ് നിർജ്ജീകരണം മൂലം ശരീരത്തിൽ നഷ്ടമാകുന്ന ലവണം. ഓക്കെ, 11ാമത്തെ ചോദ്യം, പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം മോണ. മോണയാണ് പയോറിയ രോഗം ബാധിക്കുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം, തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം? തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം? തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം സെറിബ്രം. സെറിബ്രമാണ് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവാര്? ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവാര്? ഉത്തരം ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭയാണ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയുടെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആയ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനായ 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ജപ്പാൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ജാക്സയുടെ പൂർണ്ണരൂപമെന്ത്? ജപ്പാൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ജാക്സയുടെ പൂർണ്ണരൂപമെന്ത്? ഉത്തരം ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അതാണ് ജപ്പാൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ജാക്സ. JAXA എന്നാണ്. സോ അതിൻ്റെ ഫുൾ നെയിം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക,
കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം.